ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ജലം ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണമെന്നും ഓരോ തുള്ളിയും സംരക്ഷിക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക ജലദിനം. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ പാചകവാതകത്തിനോ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ G7 രാഷ്ട്രങ്ങൾ അപലപിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സമഗ്രമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DD ന്യൂസും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന DD ഡയലോഗ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് പുരുഷ വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. വാർത്തകൾ വിശദമായി. ജലത്തിന്റെ ഉത്തരവാദിത്തപരമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കപ്പെടണമെന്നും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക ജലദിനം. ജലവും ലിംഗഭേദവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്. ജീവൻ നിലനിർത്തുന്നതിലും ലോകത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിലും ജലം സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജലസംരക്ഷണ സംസ്കാരം വളർത്തുന്നതിനായുള്ള സുസ്ഥിര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ശ്രീ മോദി അഭിനന്ദിച്ചു. എവിടെ ജലം ഒഴുകുന്നുവോ അവിടെ സമത്വം വളരുന്നു എന്ന സന്ദേശത്തോടെ ജലവും ലിംഗഭേദവും എന്ന പ്രമേയമാണ് ഇത്തവണ അന്താരാഷ്ട്ര ജലദിനാചരണം മുന്നോട്ടുവെക്കുന്നത്. ജലസ്രോതസ്സുകളുടെ സുസ്ഥിരമായ ഉപയോഗവും ആഗോള ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിലും ജലദിനാചരണം ലക്ഷ്യമിടുന്നു. ആഗോള ജലപ്രതിസന്ധി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മേൽ ചുമത്തുന്ന അധിക ഭാരത്തെയും ജലവുമായി ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരങ്ങളിലും നേതൃത്വത്തിലും ലിംഗസമത്വം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും UN വിമൻ, UN തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളും വ്യക്തമാക്കുന്നു. ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനും അവയെ സംരക്ഷിക്കാനും നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും ജലദിനം ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജൽശക്തി മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലോക ജലദിന കോൺക്ലേവ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഉദ്ഘാടനം ചെയ്യും. സുസ്ഥിര ജലവിതരണം സംബന്ധിച്ച ചർച്ചകളും നൂതന സാങ്കേതിക വിദ്യകളുടെ അവതരണവും ഉണ്ടാകും. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ ജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ മേഖലകൾക്കും നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ G7 രാഷ്ട്രങ്ങൾ അപലപിച്ചു. ഇറാനും സഖ്യവും നടത്തുന്ന ആക്രമണങ്ങൾ ന്യായീകരിക്കാനാവാത്തതാണെന്നും ആക്രമണം നേരിടുന്നതിൽ മേഖലയിലെ രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും G7 പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US എന്നിവയെ പ്രതിനിധീകരിച്ച് G7 വിദേശകാര്യ മന്ത്രിമാരും യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധിയുമാണ് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയത്. ഇറാൻ സൈനിക നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്നും ഇറാന്റെ നടപടികൾ ലക്ഷ്യരാജ്യങ്ങളെ അപകടത്തിലാക്കുക മാത്രമല്ല പ്രാദേശിക ആഗോള സുരക്ഷയ്ക്ക് കൂടുതൽ ഭീഷണി ഉയർത്തുകയും ചെയ്യുമെന്ന് G7 രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ പാചകവാതകത്തിനോ ഒരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ LPGയുടെ 20% കൂടി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, വ്യാവസായിക ക്യാന്റീനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന മറ്റ് മേഖലകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് ഈ അധിക വിഹിതം നൽകുക. ഇക്കാര്യത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം സെക്രട്ടറി നീരജ് മിത്തൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് കത്തെഴുതി. ഈ വിഹിതം നാളെ മുതൽ ബാധകമാകും. റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വ ടൈറ്റൻ കപ്പൽ കർണാടകയിലെ മംഗളൂരുവിൽ എത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ആഗോള ഇന്ധനവില സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ അസംസ്കൃത എണ്ണ വിൽക്കാൻ അമേരിക്ക താൽക്കാലിക പൊതു ലൈസൻസ് നൽകിയതിനെ തുടർന്നാണിത്. കപ്പൽ കടലിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇതിനിടെ അമേരിക്കയിൽ നിന്ന് ദ്രവീകൃത പെട്രോളിയം വാതകവുമായി പൈക്സിസ് പൈനിയർ എന്ന ചരക്ക് കപ്പലും മംഗലാപുരം തുറമുഖത്ത് എത്തി. നേരത്തെ ശിവാലിക്, നന്ദാദേവി എന്നീ LPG ടാങ്കറുകളും ഇന്ത്യയിലെത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യാത്ര, സുരക്ഷ, അടിയന്തര സഹായം എന്നിവയിൽ പൌരന്മാരെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ദൌത്യങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ബീഹാർ സംസ്ഥാന സ്ഥാപക ദിനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ബീഹാർ ജനതയ്ക്ക് ആശംസകൾ നേർന്നു. മഹത്തായ സാമ്രാജ്യങ്ങളുടെയും സമ്പന്നമായ സാംസ്കാരിക ആത്മീയ പാരമ്പര്യങ്ങളുടെയും ജന്മസ്ഥലമാണ് ബീഹാറെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. അറിവിന്റെയും സംസ്കാരത്തിന്റെയും മഹത്തായ പൈതൃകത്താൽ സമ്പന്നമായ ചരിത്രഭൂമിയാണ് ബീഹാറെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിന്റെ പൈതൃകത്തിന് ഗാംഭീര്യവും ദിവ്യത്വവും നൽകുന്ന സംസ്ഥാനമാണ് ബീഹാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സമഗ്രമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. കുടിവെള്ളം, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ടോയ്ലറ്റ് തുടങ്ങിയ അവശ്യ സൌകര്യങ്ങൾ സജ്ജീകരിക്കും. കൂടാതെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർ സഹായ ബൂത്തുകൾ സ്ഥാപിക്കും. വോട്ടർമാരെ സഹായിക്കുന്നതിനായി BLOമാരെയും ഉദ്യോഗസ്ഥരെയും ബൂത്തുകളിൽ നിയോഗിക്കും. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ ഒരു ദിവസം മാത്രം ശേഷിക്കെ 140 മണ്ഡലങ്ങളും പ്രചാരണത്തിന്റെ ആവേശ ചൂടിലാണ്. ഇന്ന് പത്രികാ സമർപ്പണമില്ല. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ചൊവ്വാഴ്ച നടക്കും. 3 മുന്നണികളിലെയും പ്രമുഖർ ഇന്നലെ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ NDA സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DD ന്യൂസും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന DD ഡയലോഗ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. കേരളം തീരുമാനിക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന DD ഡയലോഗിൽ MPമാരായ ജോൺ ബ്രിട്ടാസ്, ശശി തരൂർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ തുടങ്ങിയവർ ആദ്യ സെഷനുകളിൽ അതിഥികളായി എത്തി. മുന്നണികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന വിഷയത്തിൽ ജേക്കബ് ജോർജ്, VS രാജേഷ്, GK സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്ത പാനൽ ചർച്ചയിൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് മോഡറേറ്ററായി. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സെഷനുകളിൽ AA റഹീം MP, CPIM നേതാവ് A സമ്പത്ത്, കോൺഗ്രസ് നേതാക്കളായ K മുരളീധരൻ, KS ശബരിനാഥൻ, തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. ക്യാമറ കണ്ട തെരഞ്ഞെടുപ്പ് ചരിത്രം എന്ന വിഷയത്തിൽ ഫോട്ടോഗ്രാഫർ രാജൻ പൊതുവാൾ സംസാരിക്കും. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിപാടി വൈകുന്നേരം 6 മണിയോടെ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് പുരുഷ വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ വീർ ചോട്രാനി ഇന്ത്യയുടെ തന്നെ അഭയ് സിംഗിനെ നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ ടോപ്പ് സീഡും നിലവിലെ ചാമ്പ്യനുമായ ഇന്ത്യയുടെ അനഹത് സിംഗ്, 2ാം സീഡ് ഈജിപ്തിന്റെ ഹാന മൊട്ടാസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരം. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ FC ഗോവയെ നേരിടും. രാത്രി 7:30 ആരംഭിക്കുന്ന 2ാം മത്സരത്തിൽ ഇന്റർ കാശി ബംഗളൂരു FC പോരാട്ടം നടക്കും. രാജ്യത്ത് പശ്ചിമബംഗാൾ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സിക്കിം സംസ്ഥാനത്തെ ഉപഹിമാലയൻ മേഖലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നാളെ വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യൂബയിൽ 2ാമത്തെ വൈദ്യുതി വിച്ഛേദം നേരിട്ടു. ദ്വീപ് മുഴുവൻ വീണ്ടും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതായും 10 ദശലക്ഷത്തിലധികം ആളുകൾക്ക് വൈദ്യുതി നിലച്ചതായും ക്യൂബയുടെ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വെനസ്വേലയിൽ നിന്നുള്ള നിർണായക എണ്ണ കയറ്റുമതി US തടഞ്ഞതിനാൽ ക്യൂബ കടുത്ത ഇന്ധന പ്രതിസന്ധി നേരിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പാർട്ടി മത്സരിക്കുന്ന 10 സീറ്റുകളിലെ 9 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗത്തിനു ശേഷം പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പൈങ്കുനി ഉത്രമുത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. നാളെയാണ് കൊടിയേറ്റ്. ഏപ്രിൽ 1-ന് നടക്കുന്ന ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. അന്ന് രാത്രി 10-ന് നട അടയ്ക്കും. വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് തീർത്ഥാടകർക്ക് ദർശനത്തിനെത്താം. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ നാളെ വരെ സമയം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ജലം ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും ഓരോ തുള്ളിയും സംരക്ഷിക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോക ജലദിനം. രാജ്യത്ത് പെട്രോളിനോ ഡീസലിനോ പാചകവാതകത്തിനോ ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളെ G7 രാഷ്ട്രങ്ങൾ അപലപിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സമഗ്രമായ സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് DD ന്യൂസും തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന DD ഡയലോഗ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇന്ത്യൻ ഓപ്പൺ സ്ക്വാഷ് പുരുഷ വനിതാ സിംഗിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.